ഹലോ എവ്രി വൺ, വെൽക്കം ടു ഗ്രോ മലയാളം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി പലവിധ കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റ്സിൽ നല്ല മൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളുടെയും ശരിയായ വാല്യൂ കണ്ടുപിടിക്കുക എന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്കുമാണ്. ഈ ശരിയായ വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒന്നുകൂടെ വ്യക്തമാക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു നോർമൽ പെൻ ആലോചിക്കുക. ആ പെന്നിൻ്റെ ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളും വെച്ച് 10 രൂപയാണ് നിങ്ങൾ ആ പെന്നിന് കാണുന്ന വാല്യൂ എന്നിരിക്കട്ടെ. ആ പേന 10 രൂപയിൽ കൂടുതൽ വില കൊടുത്ത് നമ്മൾ വാങ്ങുമോ? 10 രൂപയ്ക്കോ അതിൽ കുറഞ്ഞ വിലക്കോ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ണും പൂട്ടി വാങ്ങുകയും ചെയ്യും, അല്ലേ? സ്റ്റോക്കുകളെ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സിമ്പിളായി മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നമുക്കിനി സ്റ്റോക്സിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഒരു ഇൻവെസ്റ്റർ അയാൾ ഒരു സ്റ്റോക്കിനെ കുറിച്ച് വിശദമായി പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ആ സ്റ്റോക്കിന് 200 രൂപയുടെ മൂല്യമാണ് ഉള്ളതെന്ന്. പക്ഷേ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 250 രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ് എന്ന് പറയാം. ഇനി അതേ സ്റ്റോക്ക് ഒരു 150 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണെന്ന് പറയാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകൾ വാങ്ങാനും ഇനി ഒരു ഇൻവെസ്റ്റർക്ക് അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അത് വിൽക്കാനുമായിരിക്കും നോക്കുക. അതുകൊണ്ടാണ് സ്റ്റോക്കുകളുടെ വില മുൻകാലങ്ങളിലെ ഹൈയോട് അടുത്ത് വരുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നത്. അണ്ടർ വാല്യൂഡ് സ്റ്റോക്കുകളെ കണ്ടുപിടിച്ച് അവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓവർ വാല്യൂഡ് ആവുകയും പിന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഈ 3 സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫിൽറ്റേഴ്സ് ഇനി പറയുന്നവയാണ്: മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crore rupees, റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 15%, കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ PE റേഷ്യോക്കാളും ഉയർന്ന സ്റ്റോക്ക് PE റേഷ്യോ, കഴിഞ്ഞ 5 വർഷങ്ങളിലായുള്ള സെയിൽസ് ഗ്രോത്ത് മോർ ദാൻ 10%, കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 15%. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനികളാണ് ഇന്നത്തെ 3 കമ്പനികളും. ഇതിൽ PE റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മെട്രിക് ആണ്. കമ്പനിയുടെ വാല്യുവേഷൻ കണ്ടുപിടിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ PE റേഷ്യോ അത് ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ PE റേഷ്യോയേക്കാൾ കൂടുതലാണെങ്കിൽ കമ്പനി ഓവർ വാല്യൂഡ് ആണെന്നാണ് അർത്ഥം. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് നവംബർ 18, 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണ്. ഈ 3 സ്റ്റോക്സും നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് അസെൻഡിങ് ഓർഡറിലാണ്. അതായത് ലോവസ്റ്റ് കറക്ഷൻസ് നടന്ന കമ്പനി തുടങ്ങി ഹയസ്റ്റ് കറക്ഷൻ നടന്ന കമ്പനിയിൽ അവസാനിക്കും നമ്മുടെ ലിസ്റ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഫസ്റ്റ് കമ്പനി ഗ്ലാൻഡ് ഫാർമ ലിമിറ്റഡ്. ഗ്ലാൻഡ് ഫാർമ ലോഞ്ച് ചെയ്തത് 1978 കമ്പനി ഫംഗ്ഷൻ ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഇൻജെക്റ്റബിൾ സ്പേസിൽ ബിസിനസ് ടു ബിസിനസ് മോഡലിലാണ്. ഇൻജെക്റ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്കകത്തേക്ക് കുത്തിവെക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലാൻഡ് ഫാർമയുടെ സർവീസസിൽ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് കോംപ്ലക്സ് ഇൻജെക്റ്റബിൾസ് ഇതൊക്കെയുണ്ട്. 2017 ഫോസൻ ഫാർമ എന്ന ചൈനയിലെ ലീഡിംഗ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഗ്ലാൻഡിന്റെ ഓപ്പറേഷൻസിലെ മേജർ സ്റ്റേക്കും ഏറ്റെടുത്തിരുന്നു. ഇതുകൂടാതെ ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂർ ആൻഡ് മിറേ അസറ്റ് ലാർജ് ക്യാപ് ഫണ്ട് എന്നിവർ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരിൽ ഉൾപ്പെടും. ഗ്ലാൻഡിന്റെ സ്ട്രെങ്ത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻജെക്റ്റബിൾ സ്പേസിന് ഹൈ എൻട്രി ബാരിയേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് കമ്പനീസ് മാത്രമേ ഈ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഉയർന്ന ചെലവാണ്. ഗ്ലാൻഡ് ഫാർമ ഇതിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഗ്ലാൻഡ് ഫാർമയ്ക്ക് എക്സ്റ്റെൻസീവ് ആൻഡ് വെർട്ടിക്കൽ ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് കാപ്പബിലിറ്റീസ് ഉണ്ട്. ഇതിലൂടെ ഒരു സ്ട്രോങ്ങർ ഫൗണ്ടേഷൻ ഫോം ചെയ്യാൻ സാധിക്കുന്നു. അതായത് കമ്പനിക്ക് എക്സ്റ്റേണൽ സോഴ്സസിനെ അധികം ആശ്രയിക്കാതെ പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി വീക്ക്നെസ്സസ് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരുപാട് ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഇൻഫ്ലേഷൻ കാരണമുള്ള റോ മെറ്റീരിയൽസിന്റെ വില വർധനവ് കമ്പനിയുടെ ചെലവ് കൂട്ടുകയും സപ്ലൈകളിൽ ഉണ്ടായ ഡിലേ മാനുഫാക്ചറിംഗ് പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാരണം തന്നെ റിസീവബിൾസ് വർദ്ധിച്ചതിന്റെ കൂടെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളും വർദ്ധിച്ചതായിട്ട് കാണാൻ പറ്റും. ഗ്ലാൻഡ് ഫാർമയുടെ ഇന്ത്യയിലെ ബിസിനസ്സിൽ 42% ഇയർ ഓൺ ഇയർ കുറവുണ്ടായി Q2 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 23. ഇനി ഈ സ്റ്റോക്കിന്റെ ഷെയർ പ്രൈസ് ഈ അടുത്ത് കുറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് കൂടി പറയാം. കുറഞ്ഞ സെയിൽസും കൂടിയ ചിലവും കാരണം ഫിനാൻഷ്യൽ ഇയർ 23 Q2 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 241 crore rupees ആയി. കൂടിയ ചിലവെന്ന് പറയുമ്പോൾ അതിൽ ഹയർ ഇൻപുട്ട് കോസ്റ്റ് വരും, കോസ്റ്റ് ഇൻഫ്ലേഷൻ വരും, ഇൻക്രീസ് ഇൻ എംപ്ലോയി എക്സ്പെൻസസ് ഇതൊക്കെ വരും. ഗ്ലാൻഡ് ഫാർമ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 57.36% താഴെ ആയിട്ടാണ്. ഇനി ഈ കമ്പനിയുടെ ചില ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1,732.45 rupees, PE റേഷ്യോ 27.74, ഡെറ്റ് ടു ഇക്വിറ്റി 0, 5-year sales CAGR 24.37%, return on equity 18.51%, 1-year returns -49.32%, 200 DMA 2,562.52,
RSI 14 31.1. ഇതിൽ നമ്മൾ രണ്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രൈസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 200 ഡേയ്സ് സിമ്പിൾ മൂവിംഗ് ആവറേജും RSIയും. ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 200 DMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആയിട്ട് കണക്കാക്കാം. ഇനി പ്രൈസ് 200 DMAക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് ബെയറിഷ് ആണെന്ന് പറയാം. ഇനി RSIയിലേക്ക് വന്നാൽ 30ന് താഴെയുള്ള RSI വാല്യൂ സാധാരണ കൺസിഡർ ചെയ്യുന്നത് ഓവർസോൾഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായേക്കാം. അതായത് ഒരു ഡൗൺ ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലേക്ക് നയിച്ചേക്കാം. ഇതേപോലെ RSI വാല്യൂ എബവ് 70 ആണെങ്കിൽ അത് ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകാം. ഇനി സെക്കൻഡ് കമ്പനി മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ്. ഈ കമ്പനി എൻഗേജ് ചെയ്തിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് സർവീസസിലാണ്. ഇന്ത്യയിലും വേറെ 6 രാജ്യങ്ങളിലും. കമ്പനിക്ക് ഒരുപാട് സർവീസസ് ഉണ്ട്. ഇതിൽ അറൌണ്ട് 3487 ക്ലിനിക്കൽ ലബോറട്ടറി ടെസ്റ്റുകൾ, 530 പ്രൊഫൈൽസ് വിത്ത് 1500+ കളക്ഷൻ സെന്റേഴ്സ് ആൻഡ് 125+ ലാബ്സ് ഒക്കെ ഉൾപ്പെടും. മെട്രോപോളിസ് വെറൈറ്റി സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പലവിധ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ ആൻഡ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2799 സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകളാണ്. UTI ഫ്ലെക്സി ക്യാപ് ഫണ്ട്, JP മോർഗൻ ഫണ്ട്സ് ഇത് രണ്ടും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ട്രെങ്ത്തുകൾ നോക്കാം. മെട്രോപോളിസിന് ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട്. പിന്നെ ഇവർ വെസ്റ്റിലെ മാർക്കറ്റ് ലീഡറുമാണ്. സൗത്ത് ഇന്ത്യയിൽ കാര്യമായ പ്രസൻസും ഉണ്ട്. പേഷ്യന്റ് സെന്റേഴ്സിലൂടെ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും എക്സ്പാൻഡ് ചെയ്യാനും കമ്പനിക്ക് പ്ലാൻ ഉണ്ട്. കമ്പനിക്ക് ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ റിസ്ക് പ്രൊഫൈൽ ഉണ്ട് വിത്ത് മിനിമൽ ഇൻവെന്ററി. പിന്നെ ഡെറ്റർ സൈക്കിൾ 60 ദിവസത്തിൽ താഴെ മാത്രമാണ്. ഡെറ്റർ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റർ സാധാരണയായി കസ്റ്റമേഴ്സ് ആണ് ഡെറ്റേഴ്സ്. അപ്പോൾ ഈ ഡെറ്റേഴ്സ് ഡ്യൂസ് തിരിച്ചടക്കാൻ എടുക്കുന്ന ആവറേജ് പീരിയഡ് ആണ് ഇത്. ഇത് കുറവാണെങ്കിൽ അതിനർത്ഥം കമ്പനിക്ക് നേരത്തെ തന്നെ ക്യാഷ് ഒക്കെ കിട്ടുന്നുണ്ട് എന്നും ലിക്വിഡ് ആണ് എന്നുമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻസ് 26% എന്ന മികച്ച നിലയിൽ നിൽക്കുന്നുണ്ട്. ഇനി വീക്ക്നെസ്സസ് പറയാം. നമ്മുടെ രാജ്യത്തെ ഡയഗ്നോസ്റ്റിക് കമ്പനീസ് ഹോസ്പിറ്റൽ ബേസ്ഡ് ഫെസിലിറ്റീസിൽ നിന്നും ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഡയഗ്നോസ്റ്റിക് സർവീസ് ഉള്ളപ്പോൾ മിക്ക ആളുകളും ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്ക് പിന്നെ പോകാറില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഈ അടുത്ത് ഈ സ്റ്റോക്കിന്റെ ഷെയർ പ്രൈസ് കുറയാനുള്ള കാരണം പറയാം. ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി ഒരു മോശം റവന്യൂ സീസൺ ആണ് ഡിസംബർ ക്വാർട്ടറിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് പ്രൈസസ് ഓവർ വാല്യൂഡ് ആയി എന്നതിന് പുറമെ നിയർ ടേം ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇതിനു പുറമെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡൽഹി, മുംബൈ, ചെന്നൈ പരിസരത്തുള്ള പല മെട്രോപോളിസ് പാത്ത് ലാബ്സിലും സെർച്ച് ആക്ഷൻ നടത്തിയിരുന്നു. കണക്കിൽപ്പെടാത്തതും മറച്ചുവെച്ചതുമായ ഇൻകം ഈ കമ്പനിക്കുണ്ട് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആരോപിച്ചിരുന്നു. ഇവരുടെ ടോപ്പ് മാനേജ്മെന്റ് ഇൻകം ടാക്സ് സ്കാനേഴ്സിന് കീഴിലുമാണ്. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും 59.61% താഴെയായിട്ടാണ്. ഇനി ചില കീ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1445.85 rupees, PE ratio 47.84, debt to equity 0.32, 5-year sales CAGR 17.66, return on equity 25.45%, 1-year returns -54.05%, 200 DMA 1794.99, RSI 14 34.9. Third company Lex Industries. Lex Industries ഇന്ത്യയിലെ ലാർജസ്റ്റ് ഇന്നർ വെയർ മാനുഫാക്ചറേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സിൽ ഒന്നാണ്. കമ്പനി അറൌണ്ട് 46 കൺട്രീസിലായി അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൊസേരി ഇൻഡസ്ട്രിയിലെ ലാർജസ്റ്റ് ഇന്ത്യൻ എക്സ്പോർട്ടറാണ് ലെക്സിന്റെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലെക്സിന് 25 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. 1170 ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ നെറ്റ്വർക്കും ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഈ ഹൈ നമ്പർ കാണിക്കുന്നത് രാജ്യത്തെ ഇവരുടെ സോളിഡ് പ്രസൻസ് ആണ്. ഇതിന് പുറമെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കൊഴിഞ്ഞു പോക്കിന്റെ നിരക്ക് 1%-ൽ താഴെ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെറ്റ്വർക്കിന്റെ മോർ ദാൻ 50%-ഉം 20 വർഷമായി ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. ഇത് ഇവരുടെ വിശാലമായ സ്റ്റേബിൾ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഇനി വീക്ക്നെസ്സസ് നോക്കുകയാണെങ്കിൽ ലെക്സിന്റെ ബിസിനസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിരിക്കും എന്നതാണ്. ഇൻവെന്ററീസും ഉയർന്നു തന്നെ ഇരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റൽ അല്ലെങ്കിൽ പണമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. ഇതാണ് ഫോർമുല. അപ്പോൾ ഇത് കൂടുതലായതുകൊണ്ട് കമ്പനിക്ക് വർഷം മുഴുവനും ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ ഇവരുടെ മാനുഫാക്ചറിങ് പീരിയഡ് തന്നെ വളരെ നീണ്ടതാണ്. അതുകൊണ്ട് കമ്പനിക്ക് റോ മെറ്റീരിയൽസിന്റെ ലാർജ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും എപ്പോഴും. ഇനി ഷെയർ പ്രൈസ് ഈ അടുത്ത് കുറയാനുള്ള കാരണം കൂടി പറയാം. ഫിനാൻഷ്യൽ ഇയർ 22-ന്റെ Q2 ലെക്സ് ഇൻഡസ്ട്രീസ് നന്നായി ഓപ്പറേറ്റ് ചെയ്തില്ല. ഇതിന്റെ പുറമെ ചിലവ് കൂടുകയും ചെയ്തു. എംപ്ലോയി കോസ്റ്റ് അതുപോലെ തന്നെ തുടർന്നെങ്കിലും മാനുഫാക്ചറിംഗ് കോസ്റ്റ് 17.42% ഉയരുകയും ചെയ്തു. പിന്നെ പ്രോഫിറ്റിൽ 58% കുറവും ഉണ്ടായി. ലെക്സ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്സ് ഹൈയിൽ നിന്നും 63.82% താഴെയായിട്ടാണ്.
ഇനി key financial and technical indicators. Current market price 1660.75 rupees, PE ratio 18.33, debt to equity 0.25, 5-year sales CAGR 18.86%, return on equity 29.1%, 1-year returns minus 62.37%, 5-year CAGR returns 3.9%, 200 DMA 2102, RSI 14 34.9. അപ്പോൾ ഇതൊക്കെയാണ് 52 വീക്സ് ഹൈയിൽ നിന്നും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടോപ്പ് 3 ഓവർ വാല്യൂഡ് സ്റ്റോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു പുതിയ കാര്യം പഠിക്കാൻ പറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.